അയ്യോ അങ്ങനെ ചേച്ചി ഇനെന്തോ ചേച്ചി കിനു അല്ലേ? കിനു അല്ലേ ഇവിടെ നാട്ടിൽ വേറെന്തോ പറയുന്നതിന്? മുസംബി. നമ്മുടെ നാട്ടിലും അവിടെയും മുസംബി എന്നാ പറയുന്നല്ലേ? പഞ്ചാബിലും മുസംബി. കിനു എന്നും പറയും, മുസംബി എന്നും പറയത്തില്ലേ? ട്രോപ്പിക്കാനയുടെ മുസംബി ജ്യൂസ് ആയിരിക്കും. നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഞങ്ങളുടെ വണ്ടിക്ക് അങ്ങനെ ഫസ്റ്റ് പെറ്റി അടിച്ചു കേട്ടോ. ഞങ്ങളുടെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടോ കേട്ടന്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അനന്തൻ്റെ വീട്ടിൽ പോയായിരുന്നു. തിരിച്ചു വരുന്ന വഴി ഞാൻ കുന്നിക്കോടൊന്ന് നിർത്തിയതാണ്. ഞാൻ അറിഞ്ഞില്ല അത് നോ പാർക്കിംഗ് ഏരിയ ആണെന്നോ അങ്ങനെ ഒരു ബോർഡും ഞാൻ കണ്ടില്ല. ഞാനവിടെ പാർക്ക് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അവിടെ വണ്ടി ഒതുക്കിയിട്ടിരുന്ന് മമ്മി കടയിൽ കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ കയറ്റാം എന്നുള്ള രീതിയിൽ, വണ്ടി കയറ്റാം എന്നുള്ള രീതിയിൽ. പക്ഷെ ആ ടൈമിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, പോലീസുകാർ വരുന്നു, എന്നെ പാസ് ചെയ്തങ്ങ് പോയി. ഞാൻ വിചാരിച്ച ഒന്നുമില്ല കുഴപ്പമില്ലെന്ന് വെച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ജിബിനച്ചാൻ്റെ മെസ്സേജ് വന്നു, പെറ്റി അടിച്ചിട്ടുണ്ട്, നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തതിന് 250 രൂപ. എന്താ പറയാനാന്ന് പറ. ഇനിയിപ്പോൾ അത് അടച്ച്. അങ്ങനെ പെറ്റിയുടെ പരിപാടി ഞാൻ തുടക്കം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പേപ്പർ മാറുന്നേ ഉള്ളായിരുന്നുള്ളേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പെറ്റിയെല്ലാം ക്ലിയർ ആയതിന് ശേഷമേ നമുക്ക് RCI അപ്ഡേറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പെറ്റി വന്നു. അപ്പോൾ നമുക്കത് പെറ്റി അടയ്ക്കാതെ അപ്ഡേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ പെറ്റി അടയ്ക്കേണ്ടി വന്നു. കുഴപ്പമില്ല. ഇപ്പം എന്താ നമ്മുടെ ഇന്നത്തെ പരിപാടി? പെറ്റി അടച്ചില്ലേ? പെറ്റി അടച്ചു. ഇനിയിപ്പം RCI അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇന്ന് പരിപാടിയായിട്ട് ഞങ്ങൾ ഇതേവരെ ഒന്നും പ്ലാൻ ചെയ്തില്ല. ചേച്ചി വെണ്ടയ്ക്കായിരിക്കും. ഇന്ന് വെണ്ടയ്ക്ക സ്പെഷ്യലായിട്ട് ഇവിടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. അതുപോലെ തന്നെ ഇന്ന് മെറ്റി ചേച്ചിയുടെ പപ്പയും മമ്മിയും ഇന്ന് വരും കേട്ടോ. പപ്പയും മമ്മിയും മാമിയും കൂടെ ഇന്ന് വരും. മാമി കാണത്തില്ലേ? അയ്യോ. അപ്പം പിന്നെ പപ്പയും മമ്മിയും ഇന്ന് വരും. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ ഇവിടെ കൊട്ടാരക്കര കൺവെൻഷൻ്റെ സമാപന ദിവസമാണ്. അപ്പോൾ കുർബാനയുണ്ട്. അപ്പം നാളെ ഞങ്ങളുടെ പള്ളി കുർബാനയില്ല. അപ്പോൾ പപ്പയും മമ്മിയും, മെറ്റി ചേച്ചിയുടെ പപ്പയും മമ്മിയും ഇന്ന് വരും. ഇന്ന് ഈവനിങ് വന്നിട്ട് നാളെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് മറ്റന്നാളെ പോകത്തുള്ളൂ. അപ്പം അങ്ങനെ ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നു. നോക്കട്ടെ, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് ഒപ്പിക്കും. എന്താ വെച്ചാൽ ഒരു ചിരി, എന്തൊരു ചിരി. അതൊക്കെ മറ്റന്നാളെ പോകത്തുള്ളൂ. നാളെ ഒന്നും നമ്മൾ വിടത്തില്ല. നമ്മളെ ആൻറ്റീനെ അങ്കിളിനെ മറ്റന്നാൾ മെറിനെ വരുന്നുണ്ടോ? അപ്പോൾ ഫുൾ ആഘോഷമാണല്ലോ. എന്തോ ഇത്? ഓഹോ, അങ്കിളും പോവല്ലോ 5-ാം തീയതി. അങ്കിൾ എവിടെ വർക്ക് ചെയ്യുന്നത്? കുവൈറ്റ്. അങ്കിൾ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ചമ്മന്തിപ്പൊടിയോ? ചമ്മന്തിപ്പൊടി സമ്മന്തി എന്ന് പറയോ? ആണോ? എന്തോ ചേച്ചി ഇങ്ങനെ ഒരു കളിയാക്കല്? നമ്മൾ കുറുമുക്കാരെന്താ വെറുതെ നമ്മളിങ്ങനെ കളിയാക്കല്ലേ കേട്ടോ. ഷീറ്റോ ശനിയാഴ്ച ദിവസത്തെ പ്രത്യേകത ഇതൊക്കെ കേട്ടോ. പണി കിട്ടിക്കൊണ്ടേയിരിക്കും. ഷീറ്റ് പറക്കിയിടുക. മമ്മി ഇവിടെ വേറെ പണിയില്ല കേട്ടോ. മമ്മി ഇവിടെ ബീഫ് വേവിക്കുമ്പോൾ അതിനുള്ള ഉള്ളി പൊളിച്ചോണ്ടിരിക്കുന്നു. ഓരോരുത്തരും ഓരോ പണി ചെയ്യുക. ചേച്ചി അവിടെ വെണ്ടയ്ക്ക അരിയുന്നു, മമ്മി ഇവിടെ ഉള്ളി പൊളിക്കുന്നു. ഗസ്റ്റ് അല്ല, നമ്മുടെ മെമ്പേഴ്സാ, വീട്ടിലെ മെമ്പേഴ്സ്. മെറ്റിയുടെ മമ്മിയും പപ്പയും വരുന്നു. നാളെ കൊട്ടാരക്കര കൺവെൻഷൻ ആയതുകൊണ്ട്. അതെ. പിന്നെ 2 പേരെയും കൂടെ കാണിക്കാം. ഞങ്ങളുടെ ലെക്സിമോളും നമ്മുടെ കിരിമോളും ഒരു ബിസിയാണ്. നമുക്ക് പോയി ഷീറ്റ് പറക്കിയിടാം. ഇത്രയും ഷീറ്റ് പറക്കിയിടണം. ഞാൻ ഷീറ്റ് പോയി. അമ്മ ഇതെല്ലാം പറക്കിയിടണോ? തറ കിടത്ത്. ഓക്കെ, ഇത്രയും മാത്രമേ ഇട്ടു. ഓക്കെ, ഞാൻ പോയി ഷീറ്റ് പറക്കിയിട്ടിട്ട് വരാം. അങ്ങനെ ഷീറ്റ് പറക്കിയിട്ടു. ഇതാണ്ടേ കഷ്ടപ്പാട്. ശനിയും ഞായറും കിട്ടുന്ന കുറച്ച് ദിവസം. മമ്മിയുടെ ഡയലോഗ്. ശനിയും ഞായറും കിട്ടുന്ന ആ 2 ദിവസം. ഇതൊക്കെയാ വീട്ടിലെ പണി.
ഷീറ്റ് വർക്ക് കിട്ടും. ഞാൻ ഒരു പണിയും ചെയ്തില്ല അല്ലയോ, ചെയ്യാൻ കഴിയില്ല. അതെ അതെ അതെ, അത് പറയാൻ മറന്നുപോയി. നിങ്ങളുടെ മെയ്ഡ് കുറച്ച് ദിവസമായിട്ട് പുള്ളിക്കാരി ഇനി കാണത്തില്ല. കുറച്ച് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് നാളത്തേനും അവർ കാണത്തില്ല. ഇന്ന് പുതിയ മെയ്ഡ് വരും, അതാണ് വിശേഷം. പഴയ മെയ്ഡിൻ്റെ റിലേറ്റീവ് മരിച്ചുപോയി, അപ്പോൾ അവരങ്ങോട്ട് പോയി. അപ്പോൾ അവർ പോയതിന് ശേഷം പുതിയൊരു മെയ്ഡ് വരും. അപ്പോൾ അതുവരെ ഞങ്ങൾ ആ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്നു. മെയ്ഡുള്ളപ്പോൾ ഈ ഷീറ്റെല്ലാം പുള്ളിക്കാരി പറക്കി വെക്കുമായിരുന്നു. ഷീറ്റ് മമ്മിയാണോ പറക്കി വെക്കുന്നത്? ചിലപ്പോൾ മമ്മി, ചിലപ്പം അവർ കിച്ചണിൽ മുക്കാലും കിച്ചണിലായിരിക്കും പണി കൂടുതൽ. അപ്പോൾ ആ ടൈമിൽ മമ്മി ഹെൽപ്പ് ചെയ്യും. ലെക്സിയും കിവിയൊക്കെ ഭയങ്കര. ലെക്സിന്ന് വിളിച്ചപ്പോൾ തണ്ടോ വാലാട്ടുന്നുണ്ടോ എടി ഭയങ്കര. വിളി കാണട്ടെ. അവളതിനപ്പുറം വരത്തില്ല. കേറിപ്പൊടി കേറിപ്പോയി. വിളിച്ചു വരുത്തിയിട്ട് ഊണില്ലെന്ന് പറയുന്ന അവസ്ഥയായിപ്പോയല്ലോ. അവളുടെ ഈ ബാക്കിൽ കണ്ടോ 2 പാട്. അത് അതെ അതെ, അത് പണ്ടൊരു വെറ്റിനറിയുടെ അടുത്ത് കൊണ്ടുപോയി വയ്യാതായപ്പോൾ ഇഞ്ചക്ഷൻ എടുപ്പിച്ചു. അപ്പുറം സൈഡിൽ ആദ്യം ഇഞ്ചക്ഷൻ എടുത്തു, അത് ശരിയായില്ലെന്നും പറഞ്ഞ് പുള്ളി ഇപ്പുറത്തും കുത്തി. 2 സൈഡിൽ ഇപ്പൊ ആ പാടുണ്ട്. കിമളേ ഞാൻ ലെക്സിയുടെ മുമ്പ് വെച്ച് കിവിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കണ്ടോ കണ്ടോ കാണിക്കുന്നുണ്ടോ? കണ്ടോ? ലെക്സിയെ തടവാനുണ്ടോ? അടങ്ങടി. സംഭവം ഇത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ, കിവിയുടെയും ലെക്സിയുടെയും. മതി ചുമ്മാ അടങ്ങടി പോടി. എന്തുവാ കിവി മാറ്, കിവി പോ കേറിപ്പോ. കഷ്ടമാന്നേ. അപ്പോ കിവി കേറിപ്പോ കിവി കേറിപ്പോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെക്സിയുടെ മുമ്പ് വെച്ച് കിവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ലെക്സി കിവിനെ അറ്റാക്ക് ചെയ്യും. അതാ സംഭവം. പക്ഷേ പ്രായം വെച്ച് നോക്കുവാണെങ്കിൽ കിവിയാണ് കേട്ടോ മൂത്തത്. കിവി ലെക്സിയേക്കാളും ഒരു 1.25 വയസ്സിന് മൂപ്പുണ്ട്. സംഭവം ഇത് ഇവരുടെ കോമ്പിനേഷൻ വൻ കോമഡി ആയിരുന്നു, ഈ ലെക്സിയുടെയും കിവിയുടെയും. കിവി ഒരു 1.5 വയസ്സ് 1.25 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ലെക്സീനെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ലെക്സി പൊടിയാ, അപ്പോൾ കിവി ഇച്ചിരി വലുതാ. അപ്പോൾ ആ ടൈമിൽ കിവി ലെക്സിനെയൊക്കെ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു. കാരണം അത് കണ്ടിട്ടില്ലല്ലോ, കിവി കണ്ടിട്ടില്ല ലെക്സി ഇങ്ങനത്തെ ഒരു കൊച്ചു പട്ടീനൊന്നും അവള് കണ്ടിട്ടില്ല. അപ്പോൾ ഇവള് രാത്രിയൊക്കെ പോയിട്ട് ലെക്സിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കണ്ടുകൊണ്ടിരിക്കുക ലെക്സിയുടെ വളർച്ച. കിവിയുടെ മുമ്പിൽ വെച്ചായിരുന്നു ലെക്സി പടിയായിട്ട് വളർന്നു. പിന്നെ കിവിയും ലെക്സിയും കൂടെ ഏകദേശം ഒരു സൈസായി. അതിനുശേഷം പിന്നെ ലെക്സി അങ്ങ് വളർന്നു, കിവി അങ്ങ് ഇത്രയേ ഉള്ളൂ, ചെറുതായി. അപ്പോൾ പിന്നെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അതിനുശേഷം ഡോമിനേറ്റിങ് ലെക്സിയ. കിവി വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ കിവി അങ്ങ് ഒതുങ്ങി മാറിയതുകൊണ്ട് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ലെക്സി അങ്ങോട്ട് കയറി ചൊറിയാൻ ചെല്ലും. ഇപ്പം ഞാൻ കിവിനെ ചുമ്മാ ഇങ്ങനെ കളിക്കാൻ പോവുകയാണെങ്കിൽ കണ്ട് ഇവിടെ കൂടെ പുറകെ വരും. കിമോളേ കുട്ടിയേ കിക്കുട്ടിയേ കിക്കോട്ടേ കണ്ട അപ്പം അവിടെ വരണം അവൾക്ക്. മതി. ഇതൊക്കെയാണ് ലെക്സിയുടെ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞത്. സംഭവം എന്ന് വെച്ചാൽ സ്നേഹം കാരണം കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. ലെക്സിയേ മാറ്, കിവി കയറിപ്പോ. കിവി കയറിപ്പോ, അകത്ത് കയറിപ്പോ, അത് കയറിപ്പോ. ലെക്സിയെ ഇവള് ഭയങ്കര മതി.
ലെക്സിയെ കെട്ടിയിടാനൊക്കെ മമ്മി പറയുന്നു. വേണ്ടാ, അത് ലെക്സി മോളെ ആരും കെട്ടിയിടത്തില്ല. ലെക്സി അല്ലെങ്കിലും കൂട്ടി കയറ്റാൻ പറ്റത്തില്ല. കളിക്കാൻ നിൽക്കും കേട്ടോ, കളിക്കുന്ന മൂഡില്. മോളെ, എൻ്റെ ലെക്സി, എൻ്റെ രക്ഷക്കുട്ടിയേ, എൻ്റെ പഞ്ചക്കുട്ടിയേ, ചുങ്കരിയേ, എൻ്റെ ചുങ്കരിയേ, എൻ്റെ ചുങ്കരിയേ. ഇവയ്ക്ക് ഇങ്ങനെ അങ്ങ് കിടക്കാം, അതാണ് ഇവയ്ക്ക് ഇഷ്ടം. നമ്മളിങ്ങനെ തടവി കൊടുത്ത് പെണ്ണിനെ ഇങ്ങനെ അങ്ങ് തടവണം. അങ്ങനെയാണ് ഇങ്ങനെ അങ്ങ് കിടക്കും. ആണ്. ആഹാ, എന്ത് സുഖം, എന്ത് സുഖം, എന്ത് രസം. ആഹാ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെക്സി വീട്ടിൽ വരാൻ കാരണക്കാരൻ ഞാനാട്ടോ. ഞാൻ വാശി പിടിച്ചിട്ടാ ലെക്സി വീട്ടിൽ വന്നത്. കിവി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ്റെ ആളാണ്. എന്ന് വെച്ചാൽ അപ്പനുണ്ടെങ്കിൽ അവൾക്ക് പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പട്ടി വിലയാണ്. പക്ഷെ പപ്പ വന്നു കഴിഞ്ഞാൽ പപ്പ ഭയങ്കര കാര്യമാണ്. അതുപോലെ തന്നെ ലെക്സിക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സി എന്തും ചെയ്യും. പക്ഷേ വീട്ടുകാർ പറഞ്ഞാലും കേൾക്കും. പക്ഷേ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞാലേ അവൾ കേൾക്കത്തുള്ളൂ. ഇപ്പോൾ അവൾ അവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് അവൾ ഇങ്ങനെ വന്ന് തരും, നമുക്കൊന്ന് കെട്ടിയാൽ മതി. പക്ഷേ ഏട്ടത്തി പോയാലോ ജീവനച്ചാൻ പോയാലോ ഇങ്ങനെ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തിരിച്ചു. പക്ഷെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതാണ് ഞാനും ലെക്സിയും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം. അപ്പം ഇതൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങൾ. ഇനിയിപ്പം ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് വന്നത്. കണ്ടോ എന്താണ് അമ്മേ. ഇനിയിപ്പം 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേന് പപ്പ വരും കേട്ടോ. ചേച്ചി സ്പെഷ്യലാ വെണ്ടയ്ക്ക. ഓ, അതുകൊണ്ട് വെണ്ടയ്ക്ക ലേഡി ഫിംഗർ. അമ്മച്ചിയുണ്ട്, അമ്മച്ചി കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. എനിക്ക് 2 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങളുടെ കൺവെൻഷനിലോട്ടൊന്ന് പോകണം. ഞങ്ങളുടെ യുവജന സഖ്യത്തിൻ്റെ യുവവേദി നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളൊന്ന് അങ്ങോട്ട് പോകണം. അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു. 2 മണി തൊട്ട് 4 മണി വരെ ഞങ്ങൾ അവിടെ ആയിരിക്കും. അതിനുശേഷം പിന്നെ വന്നിട്ട് നോക്കട്ടെ. അതിനുശേഷം അങ്കിളും ആൻറ്റിയും വരും. അപ്പോൾ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ടൈം പിന്നെ വീട്ടിൽ ബിസിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ഇന്ന് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ കവർ ചെയ്തത്. എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇടാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഷോർട്ട് വീഡിയോ ആയിരുന്നു, പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു വീഡിയോയിൽ, എനിക്കറിയാം. അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലേക്ക് കുറച്ചും കൂടെ നല്ല കോണ്ടൻസൊക്കെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.